ഹായ് ഗൈസ് പറയ്. അപ്പൊ ഇന്നെന്താ വെച്ചാല് കുറച്ച് പർച്ചേസിങ്ങിന് പോവാ. എന്തിനാ എന്തിനാ അവിടെ നമ്മ ആരോടെ സംസാരിക്കുന്നത്? അമ്മമ്മ അമ്മാമ്മ അമ്മമ്മ അമ്മമ്മ എന്നിട്ട് വാങ്ങണ്ട കുട്ടിക്ക് ഓക്കെ സൈലന്റാണ്. ഇങ്ങനെയൊക്കെ പോവാ കാറിൽ. അമ്മമ്മ നിക്കണോക്ക്. അല്ലോ ഈ ഭാഗത്ത് നടഞ്ഞ് നടന്നിട്ടുള്ളത് ചൂല ചൂല നോക്ക്. ചൂല ആൾക്കാരുകളെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചൂലിതൊക്കെ. അപ്പൊ ഞാൻ ചൂലാറിയത് എന്റെ അടിച്ചു വായിക്കോട്ടെ. ബോയ്സ് കമ്മിങ്. ചൂലും എല്ലാ സാധനങ്ങളും പാര കയ്യിലായി, തലയിലായിന്നൊക്കെ ഒരു ചാക്ക് സാധനങ്ങളുണ്ട്. അമ്മാമ്മ 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 അടിച്ചു വരാൻ പോണി. അമ്മാമ്മ ഇനി എന്റെ അമ്മാമ്മ അതൊക്കെ വിളിക്കുക കുറച്ച് കഴിഞ്ഞാല്. ഞാൻ യങ് ബ്യൂട്ടിഫുൾ അല്ലേ ഗൈസ്? എന്താ ഇല്ലേ വീഡിയോ? നിങ്ങൾ കണ്ടോണ്ടിരുന്ന വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തത്? എന്തിനാ പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാല് ഞങ്ങള് ഡിവിയിലേക്ക് പോവാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഓട്ടം കുറയ്ക്കാൻ വേണ്ടിട്ട് നീനുവിനെ എന്നെ കാണാണ്ടിരിക്കാറുന്നില്ല. അങ്ങനെയൊന്നുമില്ല, ദേവിക്ക് വേണ്ടിയില്ല കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എന്നിട്ട് നിങ്ങളെ കാണാണ്ടിരിക്കാൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അത്യാവശ്യം ഇപ്പൊ കഴിഞ്ഞ ഇടയിൽ കൊച്ചിയില് കുറച്ചാൾ പോയി നിന്നിരുന്നു. അത്ര ഒന്നുമില്ല. അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങള് അവിടെ ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പൊ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്യണം. ഇതിപ്പോ ഉള്ളത് നമ്മളെ വീട്ടിലാണ് ഉള്ളത്. ഇനി ഞങ്ങൾ പോകണം. എനിക്കാണെങ്കിൽ വയ്യ. പിന്നെ ഫുൾ ഓട്ടം ബാംഗ്ലൂർ പോക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് ടയേർഡാണ്. അപ്പൊ പിന്നെ എന്നിട്ട് പാക്കിംഗ് അവിടെ വയ്ക്കോ? കുറെ സാധനം വെച്ചാൽ ഒരു പുതിയ വീട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവിടേക്കുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവും. പിന്നെ ഫർണിച്ചർ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നാലും നല്ല സിൽവർ സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തൊക്കെ വാങ്ങണം? മിക്സി, ഫ്രൈ പാൻ, കുക്കർ, അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു. കുറച്ചൊക്കെ വാങ്ങി. ഇനി വാങ്ങണം. മിക്സി വാങ്ങണം. നീന് ടിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ട്. മസാല അതൊക്കെ പിന്നെന്താ? അപ്പൊ അത്യാവശ്യം കുറച്ച് നാൾ അവിടെ ഉണ്ടാവും. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ല ഒത്തുവന്നത് ഇപ്പോഴാണ്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക്. എറണാകുളത്ത് പോവാ, പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാം. ഇവിടെ കുറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. വേറെ വീട്ടിലല്ല കേട്ടാ, എന്റേതായ കുറെ കൊള്ളികളുണ്ടാവും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യില്ല. സെപ്റ്റംബർ 30-നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നത്. ഇനി ഒക്ടോബർ 4-നാണ് ഞാൻ എറണാകുളത്ത് പോണത്. എല്ലാം കാണാം. സ്പോൺസർഷിപ്പ്
നീല് സ്പോൺസർഷിപ്പ് ഇത് പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതെന്തിട്ടാണ് വെച്ചാല് ഗോകുലം കയ്യിലിന്റെ നീല് എടുത്ത് വെച്ചിരുന്നതാണ് ഞാൻ എടുത്ത് വെച്ചതൊന്നല്ല. അങ്ങനത്തെ ഒരു സൂക്ഷിച്ചില്ല. ഇത് ഞാൻ പുറത്തുനിന്നല്ലേ പത്ത് കിട്ടില്ലേ എനിക്ക് ഞാനിപ്പോ ഓൾമോസ്റ്റ് 3-3.5 മാസമായി വർക്കൗട്ടൊക്കെ നിർത്തി വെച്ചിട്ട് ആകെ ക്ഷീണിച്ചു പോലെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ തുടങ്ങി 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര ബോഡി പെയിൻ ഞാനെല്ലാം പറ്റുന്നില്ല. നല്ല അടിപൊളി ഭാര്യ ഉണ്ടായോണ്ട് ഞാൻ എല്ലാം ചെയ്യും. നീനാണ് എന്റെ എന്താ പറയാ എന്തൊക്കെ പറയില്ലേ ആ സാധനങ്ങളൊക്കെ ഇതെന്റെ പ്രോട്ടീൻ പൗഡറിന്റെ പിന്നെ നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്നൊരു കുഴപ്പമില്ല. ഞങ്ങള് രണ്ടുപേർക്കും ചോറ് തീരെ ഇഷ്ടമില്ല. ചോറ് കുറച്ച് 5 കിലോ അത് പൊന്നേരി വാങ്ങിയിട്ട് പിന്നെ പൊന്നേരിയാണ് ഇഷ്ടം. പൊന്നേരി വൈറ്റ് റൈസ് എന്ന് പറയും. മറ്റേ നീന് കത്രി എടുത്തിട്ട് വരാമോ? ബൈ, ഐ വിൽ മിസ് യു. വേമാ വേമാ നീനോ നീനോ ഓടുക നീനോ. എനിക്ക് തീരെ ഇങ്ങനെ എന്താ സമാധാനിച്ചിരിക്കുന്ന ഇഷ്ടല്ല. എങ്ങനെയുണ്ടത്? അതെന്ത് പൊടിയാ? വായിച്ചു നോക്കണല്ലോ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതാ? മഞ്ഞപ്പൊടി എന്തിനാ യൂസ് ചെയ്യുന്നത്? മഞ്ഞൾപ്പൊടി അങ്ങനെ കുക്കിംഗ് ബ്ലോഗ് കാണാൻ ഞാന് കുക്കറായിട്ട് എഴുതല്ലോ. അതെ ഇതില് നിലത്ത് കളയുന്ന ആൾക്കാർക്ക് പണിഷ്മെന്റ് ഞാൻ എന്തൊക്കെയാണ് ഞാന് അവിടെ ചെന്ന് കഴിഞ്ഞാല് 2 ദിവസം പുട്ട്, പിന്നെ ഒരു ദിവസം ഉപ്പുമാവ്, പിന്നെ ഒരു ദിവസം ഓവർനൈറ്റ് ഓട്സ്, പിന്നെ ഒരു ദിവസം സാൻഡ്വിച്ച്. 7 ദിവസം കഴിഞ്ഞ് സിമ്പിൾ. എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. നമ്മ ഒരുമിച്ചാണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ടാക്കും. ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബിസിനസ്മാൻ ഇതൊക്കെ ഇട്ട് നിനക്കറിയോ? ഒരു പൊടി ഇവിടെ റെഡി. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഞങ്ങളുടെ ഒരു പാക്കിങ് തന്നെയാണ്. ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇത് ദിവ്യ കണ്ണിര. പിന്നെ എന്തൊക്കെയാ ദിവ്യ കണ്ണീരൊക്കെയാണത് ചെന്നിട്ട് തല്ലിവിടുന്നു. ഞങ്ങൾക്ക് സുഖമായിട്ട് തല്ലിവിടാൻ പറ്റുന്നൊക്കെ നെക്സ്റ്റ് ലെവലായിരിക്കും. അറിയാം എനിക്കും ഗൈസ്. അതൊക്കെ ബ്ലോഗ് വേണ്ട തന്നോട് ഞങ്ങൾ എന്തൊക്കെയാ പറയാ.
എന്നിട്ടപ്പോ ഇതാ കുഞ്ഞ മുടിയില്ലേ അപ്പൊ ഇതാണോ അതോ അല്ലടാ ഞാൻ പറയും നാളെ നോക്കി ദിവസമാണ് ഒന്നോ അല്ല എന്തായാലും നമ്മൾ പറയുന്നത് മക്കളൊക്കെ അതൊക്കെ തമാശ എനിക്കിഷ്ടമുള്ള ആരെയാ സഹിക്കല് നിനക്കുണ്ട നീ പറയുന്നേ വലിപ്പുടി എന്തോന്നുണ്ട് എന്തോ നീ തന്നെ വേറെ ലെവലല്ല നീനോ ഞാനിപ്പോ ഒന്ന് കഷ്ടപ്പെട്ട് അത് എടുത്തതാണ് ഗരം മസാല ഗരം മസാല കണ്ടത് അറിയുന്നത് ഞാൻ മണപ്പിച്ച് നോക്കിട്ട് അതിന് കണ്ടോന്ന് അറിയില്ല എന്റെ മോനാകെ സീനാകെ ഗൈസ് അപ്പൊ ഞങ്ങളെ പാക്കിംഗ് ഒക്കെ ഒരു വിധം കഴിഞ്ഞു വന്നാലോ ഇപ്പൊ ടിന്നുകള് കുറവാ അപ്പൊ ടിന്ന് കുറച്ച് വാങ്ങണം മീഷോ അപ്പൊ ഗൈസ് പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഇനിയിപ്പോ പാക്ക് ചെയ്യാൻ അറിയാത്ത പോലെ എന്തൊക്കെ ചെയ്യ കൊറേ സാധനങ്ങൾ ഇങ്ങനെ എന്തൊക്കെയായിട്ട് കിടക്കില്ല എല്ലാം കൂടി ചാക്കിലാക്കും അതെ അത് നല്ല അടക്കൊതുക്കി വെച്ചുകൊണ്ട് ആക്കിയാലാണ് കാറിൽ കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെന്തിട്ടുള്ള പിന്നെ എന്റെ 2 മക്കളെ കൊണ്ടുപോകണം മൂത്ത മകൾ മുഖം കാണിക്കും പിന്നെ കട്ടപ്പല് മാത്രമേ കാണുള്ളൂ മൂത്ത മകളോട് 2ാമത്തെ മകളോട് ഇഷ്ടമായിട്ട് കണ്ടോളൂ പക്ഷെ എല്ലാവരും അങ്ങനെ പറഞ്ഞു എനിക്ക് വ്യക്തമായി എല്ലാവരും പറഞ്ഞു ബിലാലിനെ അലമുള കാണാണ്ടിരിക്കാൻ പറ്റും എന്നായിരിക്കും കാണേണ്ടത് കൊറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കലുണ്ട് നമ്മ ബേബി ഇപ്പൊ സംഭവം ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാലും ഇങ്ങനെ വന്നിട്ട് മൺഡേ പോകുമ്പോ ഒരു വിഷമം അപ്പൊ ഞാൻ അതില് 2 ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കും നമ്മ എന്നാ എപ്പോഴും ഒരുമിച്ച് നിക്കാന്നൊക്കെ കാണാണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിരടിച്ച് നിന്നില്ലേ സുഖം ഉണ്ടാവില്ല അങ്ങനെയില്ല ഞാനിങ്ങനെ മെയിനായിട്ട് കുറെ സംസാരിക്കാത്ത ഒരാളാണ് പക്ഷെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ബീവിയിലാണ് അത് സംസാരിക്കാൻ ചെറിയ സംഭവമൊക്കെ എനിക്കിപ്പോ വീഡിയോയില് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ ആൾക്ക് അത്ര കംഫർട്ട് ആയ ആൾക്കാരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരം അപ്പൊ എന്താ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ബീബി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ടാവും ബീബി ഉള്ളപ്പോ ഞാൻ അപ്പൊ അങ്ങനെ പിന്നെന്നിട്ടാ അപ്പൊ ചെയ്യണം ഗൈസ് ഒന്നും അറിയണില്ല പണി നോക്കട്ടെ അപ്പൊ ഗൈസ് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തിട്ടുള്ളത് കുറച്ച് ടിന്നുകൾ കൂടി വാങ്ങാനുണ്ട് ടിന്നുകൾ വാങ്ങാനുണ്ട് കുറച്ചും കൂടി അത് കഴിഞ്ഞ് അവിടെ പോയിട്ടുള്ള പണികളാണ് ബാക്കിയുള്ളത് ബാലൻസ് ഇനിയിപ്പോ നമ്മ അവിടെ ചെന്ന് നിന്നാലല്ലേ അറിയുള്ളൂ നമുക്ക് ഇനി വിഷയം കുടുംബിന് വീട്ടമ്മ തന്നെ വീട്ടമ്മ നമ്മള് ഗൈസ് അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങള് കഴിഞ്ഞ ഇത് ഒരിടയ്ക്ക് ഒരു 3-4 ആഴ്ച എറണാകുളത്ത് നിന്നിരുന്നു അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ വ്ളോഗൊക്കെ അടുപ്പിച്ചിട്ടിരുന്നത് ഞങ്ങൾ കുറച്ച് ഫ്രീ ആയിരുന്നു ആ ടൈമില് അപ്പൊ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു വ്ളോഗൊക്കെ ഇപ്പൊ എല്ലാം കൂടി പറ്റുന്നില്ല കാരണം അതിന്റെ ഇടയിൽ എനിക്ക് കുറെ അവിടേക്ക് പോകും ഇവിടേക്ക് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നീനിന്റെ സ്വഭാവം മാറി നീ അമ്മയില്ലേ മോളെ അതൊരു ഇപ്പൊ നടന്ന് ഇങ്ങനെ 2 സ്റ്റെപ്പ് ഒക്കെ വെച്ചു തുടങ്ങിയാണ് പിന്നെന്താ അപ്പൊ ഞങ്ങള്
അങ്ങോട്ട് പോണുണ്ട്, അത് വ്ളോഗ് എടുക്കണം. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ വ്ളോഗ് എടുക്കാനല്ല മടിയുണ്ട്. ഇതായാലും ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരുന്നപ്പോ വ്ളോഗ് ചെയ്താലും കുറെ നാളായാലും പിന്നെ ഫ്രീ അല്ല മൈൻഡ്, എന്റെ മൈൻഡ് ഫ്രീ അല്ല, നിങ്ങളുടെ എനിക്കറിയില്ല. മൈൻഡ് ഫ്രീ സംഭവം. നമ്മൾ മൈൻഡ് ഫ്രീ ആകുമ്പോഴാണ് നമ്മൾ എപ്പോഴും വ്ളോഗ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റണില്ല ഒന്നും. ഞാൻ ഫുള്ള് അതാണ് ഇപ്പൊ ലവ് സ്റ്റോറി ആയാലും ചോദിക്കുമ്പോ നമ്മൾ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ പറയും. നല്ലൊരു രസവും. പിന്നെന്താ പറയാ, അപ്പൊ വ്ളോഗ് എടുക്കണം. അറിയില്ല, വ്ളോഗ് കമന്റ് ചെയ്യും. അപ്പൊ ഇനി ഇതിന്റെ കണ്ടിന്യൂസ് വേണോ എടുക്കണോ നല്ല മടിയുണ്ട്. അപ്പൊ ഇവിടുന്ന് എന്താ പറയാ അതൊന്നുമല്ല മടി. മെയിനായിട്ട് വേറെ കുറെ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ഫ്ലാറ്റിക്ക് മാറില്ല. ഇപ്പൊ നമ്മ കുറച്ചായി അങ്ങനത്തെ പറഞ്ഞു തുടങ്ങിയിട്ട് ശരിക്കും കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോകേണ്ടത് വേറൊരു വല വന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞാല് നമ്മള് പിടിച്ചാ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങള് എന്താ പറയാ അങ്ങട് പോണതിന് ഇപ്പൊ എന്താ പറയാ, ഞങ്ങളൊരു ഷിഫ്റ്റ് കഴിഞ്ഞാല് വ്ളോഗ് വേണമെങ്കിൽ പറയും. അപ്പൊ നമുക്ക് എടുക്കാം, കമന്റ് ചെയ്യാം എല്ലാരും. ഓക്കെ. പിന്നെ അവിടെ പോയി എന്തായാലും വ്ളോഗ് ഒക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്നത് കുക്കിംഗ് വ്ളോഗ് ഒക്കെ ഇടാം. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങള് പാല് വെച്ചു. ചെന്നിട്ട് അപ്പൊ ഒതുക്കി കഴിഞ്ഞ് പാല് കഴിച്ച് കുടിക്കണം. വീട് വർക്കിലെല്ലാം ഇത് ദിവ്യയുടെ തല കൊറേ ഈരുണ്ട് കണ്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം നോക്കാൻ. ഞാൻ പറയുന്നത് ടീരൊക്കെ വെച്ചോളൂ. എനിക്കിങ്ങനെ ഈര് ബാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ പോണത്. ഇനി എന്തിട്ട് പറയാന്ന് അപ്പൊ അടുത്ത വീഡിയോയില് കാണാം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യണം. ഓക്കെ ബൈ. അപ്പൊ അടുത്ത വീഡിയോ എന്തെങ്കിലും അല്ല മറ്റേ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളോട് സപ്പോർട്ട് ചെയ്താല് ചെയ്യാം. ഓക്കെ ബൈ. എനിക്ക് വർക്കൗട്ട് ഇപ്പൊ കൊറേ ആയിട്ട് ചെയ്തിട്ട് അപ്പൊ 2 ദിവസമായിട്ടുള്ള അപ്പൊ ഭയങ്കര ബോഡി പെയിൻ. അപ്പൊ ബൈ. കെട്ടിക്കോ സംഭവത്താണ് കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിക്കൊള്ളുന്നുണ്ട് എറണാകുളം ഫ്ലാറ്റിൽ കൊണ്ടുവരും. ഗൈസ് എന്നോട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എറണാകുളത്ത് വന്നൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ എന്നോട് പറയാം. അവിടെ വേറെ കുട്ടി ഭാര്യയൊക്കെ ഉണ്ട്. ഈ നിൽക്കുന്ന ആള് റെഡിയല്ല ഗൈസ്. എന്നോട് എന്നിട്ട് പറഞ്ഞത് കൊച്ചി ചെന്നാ ബിലാലാണ് ഇവിടെ മുഫീദുള്ളതൊക്കെ പറഞ്ഞെടുക്കോ. കൊച്ചി ചെന്നിട്ട് നോക്ക് ബിലാലിനെ കാണാം ഗൈസ്. എന്നിട്ട് ഇല്ല ഇത് ഞാൻ ഇടും. എന്നെ വരെ ഇത്ര രസത്തിൽ കെട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രം നഗല മുഫീദ്. നോക്കട്ടെ സുന്ദരൻ.